മൂന്ന് മുന്നണികളെയും 4 അപരന്മാരെയും തറ പറ്റിച്ചുകൊണ്ട് കണ്ണമുല വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയക്കൊടി പാറിച്ച പാറ്റൂർ രാധാകൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഒരു സാധാരണക്കാരനായിട്ടായിരുന്നു ആ വാർഡിൽ മത്സരിച്ച് കയറിയത്. ബാക്കി മുന്നണികളെയൊക്കെ തരിപ്പണമാക്കിയെന്ന് വേണമെങ്കിൽ പറയാമല്ലേ. എങ്ങനെയായിരുന്നു ഈ വിജയത്തെ നോക്കിക്കാണുന്നത്? അല്ല, ആ തെരഞ്ഞെടുപ്പ് വിജയം ഒരു കണ്ണമ്മൂല ഒരു സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ്. ഒരുപാട് അവഗണിക്കപ്പെട്ട സ്ഥലമാണ്. രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി മത്സരിച്ചെങ്കിലും ഏറ്റവും ദുരിതപൂർണ്ണമായ ജീവിതം നയിക്കുന്ന കുറേ ആളുകളടക്കം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ സമ്പന്നർ ഉൾപ്പെടെ എല്ലാവരും ജീവിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഒരു ആളുകൾ തമ്മിലൊരു സ്നേഹവും ഐക്യമൊക്കെ ഉള്ള ഒരു നാടാണ്. അപ്പോൾ അവിടെ ഈ അവഗണിക്കപ്പെട്ടൊരു വാർഡാണ്. അതിന് പരിഹാരം കാണാൻ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ഒരാൾ മത്സരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ആളുകളിലേക്ക് കുറേ കാലമേ വളർന്നു വരുന്നു. പിന്നെ ഞാൻ ഏറെ വർഷങ്ങളായി, ഒരു 10-35 കൊല്ലമായി അവിടുത്തെ ആളുകളുടെ കാര്യങ്ങളിൽ, ആ വാർഡിൻ്റെ ആളുകളുടെ കാര്യങ്ങളിൽ പരമാവധി ഇടപെടുന്ന ഒരാളാണ്. ആ ഒരു പരിഗണന എനിക്ക് ലഭിച്ചു. ആളുകളുടെ ഒരു സ്ഥാനാർത്ഥിയായി, ഒരു ജനകീയ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിഞ്ഞു. അതാണ് തെരഞ്ഞെടുപ്പ് ഗുണകരമായി വന്നത്. ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? വിജയം ഇതിനേക്കാൾ വലിയ വിജയമാണ് പ്രതീക്ഷിച്ചത്. കാരണം ഒരു കേഡർ സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ വീടുകളിൽ നിന്ന് വോട്ടർമാരെ എത്തിക്കാനൊക്കെ കഴിയാത്തൊരു 300-ലധികം വോട്ടുകൾ അങ്ങനെ പോൾ ചെയ്യപ്പെടാതെ പോയി. അതുകൂടെ പോൾ ചെയ്ത് ഈ അപരന്മാരുടെ ശല്യമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ ഭൂരിപക്ഷം, ഇതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷമാണ് പ്രതീക്ഷിച്ചത്. അതിൽ അങ്ങനെ കുറയുകയാണ് ചെയ്തത്. ഈ വിജയിച്ച് ആ വാർഡിലേക്ക് ചെന്നപ്പോൾ വോട്ടർമാരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ല, അത് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഒരുപാട് അമ്മമാരൊക്കെ ഈ പള്ളികളിലും അമ്പലങ്ങളിലും നേർച്ച നേർന്നിരുന്നു എന്നടക്കം പറഞ്ഞു. അപ്പോൾ അത് വലിയ സന്തോഷകരമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഹൃദ്യമായ അനുഭവമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾ, എന്നേക്കാൾ കൂടുതലായി ഞാൻ ജയിക്കണം എന്ന് പറഞ്ഞ് നടന്ന ആളുകൾ തലേദിവസമൊക്കെ ഭയങ്കര ടെൻഷൻ അനുഭവിച്ചു, ഉറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ, ഒരുപാട് കാണുന്നവരെല്ലാം പറയുന്നതാണ്, നിങ്ങൾ ജയിച്ചില്ലായിരുന്നേ ഞങ്ങളാകെ തകർന്നു പോയേനെ എന്നൊക്കെയാണ്. അപ്പോൾ അത്ര ഒരു വലിയ സ്നേഹം ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ CPMൻ്റെ ഒരു പരാജയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ കോർപ്പറേഷനിലൊക്കെ വലിയ രീതിയിലൊരു പരാജയമാണ് ഉണ്ടായത്. അപ്പോൾ വലിയൊരു വീഴ്ച തന്നെയല്ലേ അവിടെ സംഭവിച്ചിരിക്കുന്നത്? അല്ല, ഞാനത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മുന്നണിയുടെയോ വിജയമോ പരാജയമോ ആയി കാണാൻ, അത് വിലയിരുത്താനും ഞാൻ ആളൊന്നുമല്ല. എനിക്ക് എൻ്റേതായൊരു നിഗമനമുണ്ട്. അവിടെ നിൽക്കട്ടെ. ഈ കോർപ്പറേഷൻ്റെ ഭരണപരാജയം ഭീകരമായ പരാജയമാണ്. ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ ഉണ്ടായത്. അപ്പോൾ അതിനെതിരായിട്ടുള്ളൊരു ജനവികാരം സ്വാഭാവികമായി ഉണ്ടായി കാണും. ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഒരു ഭരണ തുടർച്ചയ്ക്കായിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്തായാലും ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ? ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഞാനിപ്പോൾ പ്രസ് ക്ലബിൻ്റെ തന്നെ, നിങ്ങളുമൊക്കെ ഉള്ള പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിയായി 8 കൊല്ലം പ്രവർത്തിച്ചാണ്. അപ്പോൾ എനിക്കതൊരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണല്ലോ, മാധ്യമപ്രവർത്തകർ. അപ്പോൾ അവരുടെ വെൽഫെയറിന് വേണ്ടി സമൂഹത്തിനാകെ ഗുണകരമാകുന്ന തരത്തിലും കൂടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. അതുപോലെ ഇനിയും തുടർന്ന് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കോർപ്പറേഷൻ്റെ ഭരണസാരഥ്യം ഏതെങ്കിലും പാർട്ടിയോ വ്യക്തിയോ എന്നുള്ളത്, കാരണം എനിക്കതൊരു വിഷയമല്ല. എനിക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും പാർട്ടിയോട് മമതയോ പ്രത്യേകിച്ച് എന്തെങ്കിലും വിരോധമോ ആരോടുമില്ല. മറിച്ച് എൻ്റെ വാർഡിൻ്റെ വെൽഫെയർ, എൻ്റെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, മുമ്പെങ്ങും ഇല്ലാത്ത വിധമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അവിടെ നടക്കണം. അപ്പോൾ അതിനുവേണ്ടി ആളുകളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ക്രോഡീകരിച്ചൊരു വികസന പത്രിക തയ്യാറാക്കി വയ്ക്കും. അത് പൊതുജനമധ്യത്തിൽ സമർപ്പിക്കും. ഈ പ്രധാനപ്പെട്ട എന്നെ സമീപിക്കുന്ന അല്ലെങ്കിൽ എന്നോട് പിന്തുണ ആവശ്യപ്പെടുന്ന എല്ലാ മുന്നണി സംവിധാനങ്ങളോടും ഇത് പറയും. രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തോട് പറയും, എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഈ വാർഡിൽ ചെയ്യാൻ സഹായകരമായ നിലപാട് ആരെടുക്കുന്നുവോ അവരോടൊപ്പം നിൽക്കുക. അങ്ങനെ ഒരു പ്രശ്നാധിഷ്ഠിതമായൊരു പിന്തുണ കൊടുക്കുക. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മേയർ, ഡെപ്യൂട്ടി മേയർ തുടങ്ങിയ തെരഞ്ഞെടുപ്പിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സമീപ ദിവസങ്ങളിൽ എൻ്റെ വാർഡിലെ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് അവരുടെ ഒരു സംവിധാനങ്ങളുണ്ട്, കമ്മിറ്റികളുണ്ട്. ഒരു തീരുമാനം മതി. എനിക്കതല്ല. വിവിധ മേഖലകളിൽ ഉള്ള ആളുകൾ, എൻ്റെ കൂടെ നിന്ന ആളുകളുണ്ട്. അവരോടൊക്കെ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് വരികയാണ്. അതിപ്പോൾ 21 ഞായറാഴ്ച സത്യപ്രതിജ്ഞ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്, കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ. അത് കഴിഞ്ഞാൽ 3-4 ദിവസം കഴിഞ്ഞേ മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പൊക്കെ ഉള്ളൂ. അതിനു മുമ്പായിട്ട് ഒരു തീരുമാനം പൊതുവിൽ, അത് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, എൻ്റെ എന്തെങ്കിലും സ്ഥാനമോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന പദവികളൊന്നും ആലോചിച്ചിട്ടായിരിക്കില്ല തീരുമാനം. ഈ കാര്യങ്ങളിൽ എൻ്റെ വാർഡിൻ്റെ ക്ഷേമത്തിനുള്ള ഉറച്ച തീരുമാനം ആരാണോ അതിന് പിന്തുണ തരുന്നത്, ആ കാര്യത്തിൽ അവർക്ക് അനുകൂലമായൊരു നിലപാടായിരിക്കും ഞാൻ എടുക്കുക. ഈ CPM ഈ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ തന്നെ CPMൻ്റെ നേതാക്കളിൽ നിന്നും ആക്രമണങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഈ വിജയം സാഫല്യമാക്കിയപ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പാർട്ടി എന്നെ ആക്രമിച്ചതായിട്ട് ഞാൻ അതിനെയും കാണുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞുകൂടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, മഹാനായ മനുഷ്യൻ തല്ലിയ മനുഷ്യൻ്റെ സ്ഥാനാർത്ഥികൾക്ക്
പോലുള്ള പരാജയം, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കുണ്ടായ പരാജയ കാരണങ്ങൾ വിലയിരുത്തുമ്പോൾ ആ പാർട്ടി വിലയിരുത്തേണ്ടത് ഈ മഹാൻ്റെ ഈ പുണ്യപ്രവൃത്തിയും കൂടെ പരാജയത്തിന് കാരണമായി എന്ന് ആ പാർട്ടി വിലയിരുത്തി അച്ചടക്ക നടപടി സ്വീകരിച്ച് തിരുത്തി കൊണ്ടുപോകേണ്ടതാണ്. അതാണ് അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം. എന്നെ തല്ലിയപ്പോൾ ആളുകൾക്ക് എന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ വർദ്ധിച്ചതേ ഉള്ളൂ. എന്തായാലും പാറ്റൂർ രാധാകൃഷ്ണനെ ഇത്രയധികം വലിയ വിജയം നേടിക്കൊടുത്ത വോട്ടർമാരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷമായിരിക്കും എന്തായാലും ഈ കോർപ്പറേഷനിലേക്ക് ഭരണത്തിലേക്ക് പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയുള്ളൂ. കൂടാതെ ആരായിരിക്കും ഏത് പാർട്ടിയായിരിക്കും തൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മുന്നോട്ടേക്ക് വരുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും കൂടി ആലോചിച്ചതിന് ശേഷമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.